ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കൊടുങ്കാറ്റിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്ന് അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. 34 അവർ അക്കരെ എത്തി ഗനസരത്ത് ദേശത്ത് ചെന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി യാത്രയച്ച ഒരു സംഭവമാണ് ഇവിടെ വായിച്ചത്. മനുഷ്യന്റെ ജീവിതം ഒരു യാത്രയാണെന്ന് നമുക്ക് പറയാം. ഈ യാത്ര എപ്പോഴും അനുകൂല സാഹചര്യങ്ങളോടെ അല്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴികളുണ്ട്, കൊടുങ്കാറ്റുണ്ട്, പേമാരിയുണ്ട്, അനർത്ഥങ്ങളുണ്ട്. പല പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന ബോട്ട് തിരകളാൽ വലഞ്ഞ് ഉലയുന്ന ഒരു സമയം ആണ് നമ്മൾ വായിച്ചത്. ഈ സംഭവം നടക്കുന്നത് കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് വലിയൊരു അത്ഭുതം അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു പടകിൽ കയറി അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അത് അവരാഗ്രഹിച്ചതല്ല, കർത്താവ് നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അഥവാ കർത്താവിൻ്റെ നിർബന്ധം കൊണ്ടാണ് അവര് പടകിലെ യാത്ര തിരിച്ചത്. അവരെ സ്വമനസാലെ ചെയ്തതല്ല, ദൈവഹിതം വിട്ട് അവർ യാത്ര ചെയ്തതല്ല. ദൈവം നിർബന്ധിച്ച് അവരെ യാത്രയാക്കിയതാണ്. യാത്ര തിരിച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പ്രകൃതിയൊക്കെ അനുകൂലമായിരുന്നു. ഒരു ശുഭയാത്ര അവർ പ്രതീക്ഷിച്ചു, ഒരു ശുഭ തുറമുഖം അവർ പ്രതീക്ഷിച്ചു. പക്ഷെ പടക് കരവിട്ട് കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രതികൂലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതോ പ്രതീക്ഷിച്ചതല്ലത്. അവർ യാത്ര തിരിക്കുന്ന സമയത്ത് കടല് ഇരമ്പുകയായിരുന്നെങ്കിൽ, കാറ്റ് പ്രതികൂലമായി അടിക്കുകയായിരുന്നെങ്കിൽ അവർ യാത്ര ഉപേക്ഷിച്ചേനെ. പക്ഷെ അനുകൂല സാഹചര്യം കണ്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അവരുടെ പ്രതീക്ഷ ഈ സാഹചര്യം എപ്പോഴും നിലനിൽക്കുമെന്നാണ്. ഇതേ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്ത് അക്കരെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല യാത്ര. നമ്മൾ തുടങ്ങുമ്പോൾ എല്ലാം ശാന്തമായിരിക്കാം. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നീങ്ങുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല, പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പ്രതികൂലങ്ങൾ വരുന്നത്. കാറ്റ് പ്രതികൂലമാകുന്നു, തിരകൾ അടിച്ചുയരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ആദ്യം വരുന്ന ചിന്ത, ഞങ്ങൾ ദൈവഹിതം വിട്ട് യാത്ര ചെയ്യുകയാണോ? അല്ല, ദൈവഹിതത്തിൽ തന്നെ യാത്ര ചെയ്യുന്നു. ഇപ്പം ദൈവഹിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമോ? ഉണ്ടാകും. അത് ദൈവം അനുവദിക്കുന്നതാ. കർത്താവിൻ്റെ വാക്ക് കേട്ടല്ലയോ ഞങ്ങൾ ഇറങ്ങിയത്? ഇല്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത്. അനുസരണക്കേട് ഒന്നും കാണിച്ചില്ല. അനുസരണക്കേട് കാണിച്ചുകൊണ്ടല്ല ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടത്.
എന്തിനാ കർത്താവ് നിർബന്ധിച്ചവരെ അയച്ചത്? അവരാവശ്യപ്പെട്ടതല്ലല്ലോ, നിർബന്ധിച്ചയച്ചതാണല്ലോ. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു കാണും. ഒന്നാമത്, അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചത് കർത്താവ് രാജാവാകണമെന്നാണ്. കാരണം അങ്ങനെ ജനങ്ങൾ ഇച്ഛിക്കാൻ കാര്യം ഇവൻ രാജാവായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവ് പെട്ടെന്ന് അവിടെ നിന്ന് മറയുകയാണ് ചെയ്തത്. ജനങ്ങൾ അവിടുത്തെ രാജാവാക്കാനായിട്ട് ഉദ്യമിക്കുമ്പോൾ അവിടുന്ന് രാജാവാകുകയല്ല ചെയ്തത്. ഇപ്പം ശിഷ്യന്മാരും പ്രതീക്ഷിച്ച് കാണും യേശു രാജാവായിട്ട് വാഴാൻ തുടങ്ങുമ്പോൾ ഇവർക്കെല്ലാം വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആ പദ്ധതി നടക്കുന്നില്ല. അപ്പോൾ ഇവർ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നില്ല. ഇപ്പോഴൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയുമാണ്. രണ്ടാമത്, വളരെ നേരം ഇവർ തുഴഞ്ഞിട്ടും എങ്ങും എത്തുന്നില്ല. പ്രതീക്ഷിച്ച സമയത്തൊന്നും അത്ഭുതം നടക്കുന്നില്ല. അപ്പോൾ ഇവരുടെ മനസ്സ് വ്യാകുലപ്പെടാൻ തുടങ്ങിക്കാണും. ഈ സാധാരണ ആളുകളോട് ദൈവത്തിനുള്ള സ്നേഹം ഞങ്ങളോടില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്താ കണ്ടത്? പുരുഷാരത്തിന് വിശക്കുന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് യേശു 5 അപ്പം 2 മീൻ കിട്ടിയത് അത്രയേ ഉള്ളൂ. കിട്ടിയത് കൊണ്ട് അത്ഭുതം ചെയ്തു. അവർ വിശന്നു പോകുന്നതിൽ കർത്താവിന് ഇഷ്ടമല്ല. അവരോട് മനസ്സലിഞ്ഞ് അവർ വിശക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇപ്പോൾ ശിഷ്യന്മാർ കടലിൽ അകപ്പെട്ട് കിടക്കുകയുമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടായി കാണും, ഇവന് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വിശന്നപ്പോൾ അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ സകലവും വിട്ട് പുറകെ ഇറങ്ങി തിരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലായപ്പോൾ ഞങ്ങളോട് മനസ്സിലുമില്ലല്ലോ. ഞങ്ങളെ എന്തിനാ ഈ കഠിനമായ ശോധനയിലൂടെ നടത്തുന്നത്? ഞങ്ങളോട് കരുണയില്ലയോ, ഞങ്ങളോട് മനസ്സിലുമില്ലയോ എന്ന് അവർക്ക് ചോദ്യം ഉണ്ടാകാൻ കാര്യം അവർ പ്രതീക്ഷിച്ച സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്നില്ല. പ്രതികൂല കാറ്റുണ്ടായപ്പോൾ പെട്ടെന്ന് കർത്താവ് അതിനെ ശാന്തമാക്കണമായിരുന്നു. ഇവരെന്നുമാത്രം തുഴഞ്ഞു. അവരുടെ കൈ കുഴഞ്ഞു, കാല് കുഴഞ്ഞു, മനസ്സും കുഴഞ്ഞു. രാത്രിയുടെ 4-ാം യാമം വരെ കാത്തിരിക്കുകയാണ്. ഇതിനൊക്കെ എത്രയോ മുമ്പ് കർത്താവ് വരേണ്ടതാണ്. ഏതാണ്ട് 9 മണിക്കൂറായി യാത്ര തിരിച്ചിട്ട്. ഈ 9 മണിക്കൂർ അവർ പ്രതീക്ഷിച്ചിട്ടും കർത്താവ് വന്നില്ല. നമുക്കെല്ലാം ദൈവം അത്ഭുതം ചെയ്യണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയാകും, അവിശ്വാസമാകും, പിറുപിറുപ്പ് ഉണ്ടാകും. ദൈവം എന്നെ ഉപേക്ഷിച്ചതാണോ, ദൈവം എന്നെ കൈവിട്ടതാണോ, ഞാൻ എന്താ ഇങ്ങനെ അലഞ്ഞ് ഉലയുന്നത്, ദൈവം എന്താണ് എൻ്റെ രോഗം സൗഖ്യമാക്കാത്തത്, ദൈവം എന്താണ് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാത്തത് എന്നൊക്കെയുള്ള മാനസിക വിഭ്രാന്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. സ്വാഭാവികമായും ശിഷ്യന്മാരും ചിന്തിച്ചു, എന്തുകൊണ്ടായി താമസം? എന്തിന് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? മനസ്സിലാക്കണം, നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മുടെ കൈ കുഴയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് ദൈവം പുതുവഴികൾ ഒരുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതാണെന്നോ, കൈവിട്ടതാണെന്നോ, തള്ളിക്കളഞ്ഞതാണെന്നോ, എന്നെ സഹായിക്കാൻ വരത്തില്ലെന്നോ, എന്നോട് സ്നേഹമില്ലെന്നോ ഒക്കെ പിശാച് നമ്മുടെ മനസ്സിൽ ചിന്തകൾ കൊണ്ടുവരും. പക്ഷെ വിശ്വസിക്കരുത്. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം ദൈവത്തിനറിയാം. കാറ്റെത്ര കഠിനമാണെന്ന് ദൈവത്തിനറിയാം. തിരകൾ എത്ര ഉയരത്തിലാണ് പൊങ്ങുന്നതെന്നൊക്കെ കർത്താവിനറിയാം. നമ്മുടെ കൈ കുഴഞ്ഞെന്നുള്ളത് കർത്താവിനറിയാം. പിന്നെന്താ താമസിക്കുന്നത് ദൈവത്തിൻ്റെ സമയമായില്ല. നമ്മൾ ബലഹീനരാകുമ്പോഴാണ്, നമ്മൾ അശക്തരാകുമ്പോഴാണ്, നമ്മൾ കുഴഞ്ഞെന്ന് നമുക്ക് ബോധ്യമാകുമ്പോഴാണ്
എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി തുറക്കുന്നത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ. അപ്പോൾ ദൈവത്തിനൊരു സമയമുണ്ടോ? ഉണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. ഏതായി ദൈവത്തിൻ്റെ സമയം? തക്ക സമയം. അതെപ്പോഴാണ്? തക്ക സമയം. ദൈവം ഒരിക്കലും നേരത്തെ പ്രവർത്തിക്കുന്നില്ല, ദൈവം ഒരിക്കലും താമസിച്ച് പ്രവർത്തിക്കുന്നില്ല. ദൈവം തക്ക സമയമാകുമ്പോൾ പ്രവർത്തിക്കും. ഇവിടെ ദൈവം പ്രവർത്തിച്ചത് രാത്രിയുടെ 4-ാം യാമത്തിലാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ, ഇനി മരണമല്ലാതെ ഒന്നും മുന്നിലില്ല എന്ന് അവരുടെ മനസ്സ് പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു കർത്താവ്? ഇവർ വിചാരിച്ചു കർത്താവ് ഇതൊന്നും അറിയുന്നില്ലെന്ന്. ഇല്ല, കർത്താവ് അങ്ങേ കരയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരകപ്പെട്ട പ്രശ്നത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ കരം ഇടറിയപ്പോൾ കർത്താവ് വെള്ളത്തിൻ്റെ മീതെ കൂടെ നടന്ന് അവരുടെ അടുക്കൽ എത്തുക ചെയ്യുന്നത്. അവർ ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ അവർ പറയുന്ന കാര്യം തന്നെ ഒരു ഭൂതം വരുന്നെന്നാണ് പറയുന്നത്. അതെന്താ അവരെ പറയുന്നത്? ഒരു ഭൂതം വരുന്നെന്ന്. കർത്താവ് വരുന്ന കണ്ടപ്പോൾ അവർ പറയുന്നു ഭൂതം വരുന്നെന്നാണ് പറയുന്നത്. കാരണം അവർ ആ സമയത്ത് പ്രതീക്ഷിച്ചത് മരണദൂതനാണ്. മരണത്തെ മുഖാമുഖം അവർ കണ്ടു. അടുത്ത നിമിഷം മരിക്കുമെന്ന് അവർ ചിന്തിച്ചു. ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകത്തേ ഉള്ളൂ, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവർ മരണദൂതനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് വെള്ളത്തിൻ്റെ മീതെ കൂടെ നടന്നു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഭൂതം വരുന്നുണ്ട്, ഭൂതം വരുന്നുണ്ട്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് അലട്ടുന്ന ചിന്തകൾ വരും. പിന്നെ കർത്താവ് വന്നാൽ പോലും അത് ഭൂതമാണെന്ന് തോന്നത്തക്കവണ്ണം മനസ്സ് ഇടറിപ്പോവും. ഒന്നാമത് ഇത് ഭൂതമാണെന്ന് പറയാൻ കാര്യം, ഇവർ ഭൂതത്തെയാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് മരണദൂതനെയാണ് പ്രതീക്ഷിച്ചത്, കടലിലെ ഭൂതത്തെയാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് കർത്താവ് വന്നപ്പോഴും അത് ഭൂതമാണെന്ന് അവർക്ക് തോന്നിയത്. രണ്ടാമത് ഇത് ഭൂതമാണെന്ന് അവർക്ക് തോന്നാനുള്ള കാരണം, കർത്താവ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നാണ് വരുന്നത്. അങ്ങനെ ഇവർ ഇതുവരെ കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവിന് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു വരാൻ പറ്റുമെന്ന് ഇവർക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കർത്താവ് വരുന്നത് കണ്ടപ്പോൾ ഇവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് കർത്താവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവർ പ്രതീക്ഷിച്ചത് കർത്താവ് ഇങ്ങനെ വരുമെന്നല്ല. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്നൊരു ഗംഭീര ശബ്ദമായിരിക്കാം അവർ പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് വാക്കുകൾ കൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ പറ്റും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എപ്പോഴും ഒരേ രീതിയിലല്ലല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെയും കർത്താവ് അങ്ങേ കരയിൽ ഇരുന്നു കൊണ്ട് കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കാറ്റും കടലും ശാന്തമാകുമായിരുന്നു. പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ്. കർത്താവ് കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് ഇവരുടെ അരികിലെത്തി ഇവരുടെ പടകിൽ കയറുക ചെയ്യുന്നത്. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു, പടക് ശാന്തമാകുകയും ചെയ്തു. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പിന്നെ എന്തിനാ ഇത്ര താമസിച്ചത്? താമസിച്ച ഇത്രയേ ഉള്ളൂ. ഇവരെപ്പോൾ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. താമസിച്ചാലും ഞാൻ ഉപേക്ഷിക്കുന്നവനല്ലെന്ന് പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രതീക്ഷ തീർന്നപ്പോൾ ഞാൻ വരുമെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവ് അങ്ങേ കരയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ പ്രശ്നത്തിലകപ്പെടുമ്പോൾ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ കർത്താവ് അറിയുന്നുണ്ട്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ എന്നും മധ്യസ്ഥത ചെയ്തുകൊണ്ടുമായിരിക്കുന്നത്. തക്ക സമയമാകുമ്പോൾ അരികിൽ വരികയും ചെയ്യും. കർത്താവ് വന്ന രീതി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നാണ് വരുന്നത്. ഇവരെന്തിനെയാണ് ഭയപ്പെട്ടത്? ഈ വെള്ളത്തെയാണ് ഭയപ്പെട്ടത്. ഈ വെള്ളം തിരമാലകളായിട്ട് ഉയർന്നു പൊങ്ങി വരികയാണ്. ഇവരുടെ കണ്ണിന് മുൻപിൽ
പൊങ്ങി വരുന്ന ഈ തിരമാലയെ കണ്ടാണ് ഇവർ ഭയപ്പെട്ടത്. പക്ഷെ കർത്താവ് അതിന് മുകളിലൂടെ നടന്നു വരികയാണ്. അഥവാ കർത്താവ് ഇവരോട് വാക്കുകൾ കൂടാതെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനെ ഭയപ്പെട്ട് നിലവിളിക്കുന്നോ, ഞാൻ അതിൻ്റെ മുകളിലൂടെ ശാന്തമായിട്ട് നടന്നു വരികയാണ്. നിങ്ങളെ ഭയപ്പെടുത്തുന്നത് തിരമാലയാണ്, പക്ഷെ ഞാൻ അതിനെ ചവിട്ടിപ്പിടിച്ച് വരികയാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന തിരമാലയെ കർത്താവിന് അവൻ്റെ കാലിൻ്റെ അടിയിൽ ഒതുക്കാൻ പറ്റും. നമുക്ക് പ്രതിസന്ധി എന്ന് തോന്നുന്നതിനെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് വരാൻ പറ്റും. പൊങ്ങി വരുന്ന തിരമാല കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നം കണ്ട് ഭയപ്പെടണ്ട. കർത്താവിന് അതിനെ അമർച്ച ചെയ്യാൻ പറ്റും, ഒതുക്കാൻ പറ്റും. നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ദൈവം അതിൻ്റെ മീതയൂടെ നടന്നു വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും. പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിച്ചൊന്നും വരത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങേ കരയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചത് കർത്താവാണെങ്കിൽ അങ്ങേ കരയിൽ കൊണ്ട് എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും കർത്താവിനുണ്ട്. കർത്താവ് പറഞ്ഞിട്ടാണ് ഒരു കാര്യം തുടങ്ങിയതെങ്കിൽ അതിനെ അതിൻ്റെ സമാപ്തിയിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം കർത്താവിനുണ്ട്. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കാൻ കഴിവുള്ളവനാണ്. ദൈവം ഒരു വഴിക്ക് നമ്മളെ പറഞ്ഞു വിട്ടേച്ച് അവിടെ എത്തുന്നതിന് മുമ്പ് പ്രശ്നങ്ങളുടെ തിരമാലകളിൽപ്പെട്ട് നമ്മൾ മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവഹിതപ്രകാരമാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രതിസന്ധി വരട്ടെ, ദൈവം സമയമാവുള്ള അത്ഭുതം പ്രവർത്തിക്കും. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവമാണ് പുറപ്പെടുവിച്ചെങ്കിൽ വഴിയിൽ ചെങ്കടലുണ്ടെന്ന് ദൈവത്തിന് അറിയാം. സമയമാകുമ്പോൾ ചെങ്കടലിനെ വിഭജിച്ചോളും. വഴിയിൽ ജലക്ഷാമം ഉണ്ടെന്ന് കർത്താവിന് അറിയാം. സമയമാകുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചോളും. ഈ 40 വർഷം വല്ലതും കഴിക്കണമെന്നുള്ള കർത്താവിന് അറിയാം. ദിവസം രാവിലെ മന്ന പൊഴിപ്പിച്ചോളും. യാത്ര ചെയ്യുന്ന വഴിയിൽ വെയിലുണ്ടെന്നറിയാം. മേഘസ്തംഭം തണലിന് പിടിച്ചോളും. രാത്രിയിൽ ഇരുട്ടാണെന്ന് ദൈവത്തിനറിയാം. രാത്രിയിൽ വെളിച്ചത്തിന് അഗ്നിസ്തംഭം ദൈവം അയച്ചോളും. യെരിഹോക്കാർ മതിൽ കെട്ടിയിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അവരെത്ര ഉറപ്പുള്ള മതിൽ കെട്ടിയാലും അത് ഇടിക്കാനുള്ള ഒരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവമാണ് പുറപ്പെടുവിച്ചതെങ്കിൽ എവിടേക്ക് പുറപ്പെടുവിച്ചോ അവിടെ കൊണ്ടെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ വഴി തിരമാലയൊക്കെ അടിച്ചത്? അതുവരെ പഠിപ്പിക്കുകയാണ്. ഏത് പ്രശ്നം വന്നാലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവരെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അവരുടെ പ്രശ്നത്തിൽ സഹായിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു. പ്രതീക്ഷ കൈവിടരുതെന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഈ കടലിലെ തിര കണ്ട് നിങ്ങൾ ഭയപ്പെടരുതെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. 27-ാം വാക്യത്തിൽ അവരോട് പറയുന്നത്, ഭയപ്പെടണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ധൈര്യപ്പെടുവിൻ. ധൈര്യം ക്ഷയിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നു, ധൈര്യപ്പെടുവിൻ. എങ്ങനെ ധൈര്യപ്പെടുന്നത്? ഇത്രയും വലിയ തിരമാല അടിക്കുമ്പോൾ എങ്ങനെ ധൈര്യപ്പെടുന്നത്? പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് തിരമാല ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ടിരിക്കാൻ പറ്റും. അതാ പൗലോസ് പറയുന്നത്, ആകയാൽ കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരെയാ പേടിക്കുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് തിരമാലയാ നമ്മളെ മുക്കാൻ പോകുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റാ നമ്മളെ ഉലയ്ക്കാൻ പോകുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പടക് വഴിയിൽ മുങ്ങിപ്പോകത്തില്ല. ദൈവമാണ് പറഞ്ഞ് അയച്ചതെങ്കിൽ ദുർഘടങ്ങളെ കർത്താവ് മാറ്റിക്കൊള്ളും. ആരെല്ലാം ഏതെല്ലാം കൊടുങ്കാറ്റടിപ്പിച്ചാലും
ഏതെല്ലാം പ്രശ്നങ്ങളുടെ തിരമാലകൾ, പ്രതിസന്ധികളുടെ തിരമാലകൾ വെല്ലുവിളിച്ചുകൊണ്ട് ആഞ്ഞടിച്ചാലും അതിനെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ മീതേ നടന്നു വന്ന് പടകിൽ കയറുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ അക്കരെ എത്തി ഗന്നസരത്ത് ദേശത്ത് ചെന്നു. അവർ അക്കരെ എത്തി. അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറഞ്ഞെങ്കിൽ അക്കരെ എത്തിക്കും. ഇതിനിടയിൽ പിശാച് പലവട്ടം അവരോട് പറഞ്ഞു, നിങ്ങൾ അക്കരെ എത്തത്തില്ലെന്ന്. ഈ കരയിൽ നിന്ന് പോവുകയും ചെയ്തു. ആ കരയിൽ ചെന്നെത്താനും പറ്റത്തില്ല, നടുക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. വിശ്വസിക്കരുത്, പിശാച് പറയുന്ന നുണ വിശ്വസിക്കരുത്. അക്കരെ എത്തിക്കും. അക്കരെ എത്തിക്കാൻ കരുത്തുള്ളവനാണ് നമ്മെ പറഞ്ഞയച്ചത്. മാത്രമല്ല 33-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാര് കർത്താവിനെ നമസ്കരിച്ചു അഥവാ ആരാധിച്ചു. വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടെങ്കിലും, വലിയ ഭയത്തിലകപ്പെട്ടെങ്കിലും കഥ അവസാനിക്കുന്നത് വലിയൊരു ആരാധനയിലാണ്, അവനെ നമസ്കരിച്ചുകൊണ്ടാണ്. പ്രതിസന്ധികൾ നമ്മെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് വലിയൊരു ആരാധനയിലേക്കാണ്. കുറേ നാൾ പ്രശ്നങ്ങളായിരുന്നു, ഭയമായിരുന്നു, നിരാശയായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ആരാധനയിൽ ആണ് അവസാനിക്കുന്നത്, ഒരത്ഭുതത്തിലാണ് അവസാനിക്കുന്നത്. അഥവാ ഏത് അത്ഭുതവും ആരംഭിക്കുന്നത് ഒരു പ്രശ്നത്തിലാണ്, ഒരു പ്രതിസന്ധിയിലാണ്. എല്ലാ അത്ഭുതത്തിൻ്റെയും ആരംഭം ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിലല്ലാതെ ദൈവത്തിന് അത്ഭുതം ചെയ്യാനൊക്കത്തുള്ളൂ. ഒരു രോഗമുണ്ടെങ്കിലല്ലാതെ കർത്താവിന് രോഗിയെ സൗഖ്യമാക്കാൻ പറ്റൂ. ഒരു കുരുടൻ ഉണ്ടെങ്കിലല്ലാതെ കുരുടൻ്റെ കണ്ണ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചെകിടൻ ഉണ്ടെങ്കിലല്ലയോ അവൻ്റെ കാത് തുറക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാം ഒടുവിൽ ദൈവം നന്മയ്ക്കാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും. തുടക്കത്തിൽ പ്രശ്നമായിരിക്കാം, പക്ഷെ അതല്ല എൻ്റെ അവസാനം. പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്തിലാണ്, ആരാധനയിലാണ് അത് അവസാനിക്കുന്നത്. ഏത് പ്രശ്നവുമാകട്ടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയണം, ഇത് എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ള ഒരവസരമാണ്. ഈ പ്രശ്നം ഒരത്ഭുതത്തിൽ ചെന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പം നിലവിളിയാണെങ്കിലും ഇതൊരു ആരാധനയിൽ ചെന്ന് അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഞാൻ ദൈവഹിതത്തിൽ നിന്ന് വിട്ടുപോയോ എന്നുള്ളതാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്ലാനിൽ തെറ്റിപ്പോയോ, അല്ലെ പിന്നെന്താ ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. ഇല്ല, ദൈവഹിതത്തിൽ നിൽക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. ദാവീദ് ദൈവഹിതത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണല്ലോ ശൗല് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദാവീദ് ഒരു തെറ്റും ചെയ്തതല്ലല്ലോ. ശൗല് ദാവീദിനെ പകയ്ക്കുവാൻ, ഉപദ്രവിക്കുവാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഗോലിയാത്തിനെ കല്ലെറിഞ്ഞ് കൊന്നേ ഉള്ളല്ലോ. അവിടെ എന്താ ദാവീദ് ചെയ്ത് തെറ്റന്ന? പക്ഷേ ശൗല് തെറ്റിദ്ധരിച്ചു. ജനമേറ്റ് പാടി ശൗല് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പാടിയപ്പോൾ ശൗല് തെറ്റിദ്ധരിച്ചു. അത് ദാവീദിന് പ്രശ്നമായി തീർന്നു. എന്നാൽ അവിടെ കൊണ്ടിപ്പോൾ തീരുന്നില്ലല്ലോ. കുറേ നാളുകൾ ദാവീദ് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പലവട്ടം ശൗല് ദാവീദിനെ അപായപ്പെടുത്തുവാൻ കുന്തമെറിഞ്ഞു, അവനെ വെല്ലുവിളിച്ചു. അവനെ അപായപ്പെടുത്തുവാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ദാവീദിനെ രാജസ്ഥാനത്ത് എത്തിക്കും. അതിൻ്റെ ഇടയ്ക്ക് തിരമാല പോലെ
ശൗലിൻ്റെ കുന്തങ്ങൾ ആഞ്ഞു വന്നാലും അത് അഭിഷേകത്തിനെ തകർക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഗോലിയാത്തിനെ കൊന്നത് ദൈവഹിതമല്ലായിരുന്നു, ദൈവഹിതമാണ്. അതുകൊണ്ടല്ലോ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ആണു, പ്രശ്നം ഉണ്ടായെങ്കിൽ ദൈവം തന്നെ ആ പ്രശ്നം പരിഹരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ദൈവഹിതത്തിൽ യാത്ര ചെയ്യുമ്പോഴും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ പ്രശ്നം ദൈവത്തിന് നേരത്തെ അറിയത്തില്ലയോ? അറിയാം. പടകിൽ കയറ്റി അയച്ചപ്പോൾ ദൈവത്തിന് അറിയാൻ വയ്യായിരുന്നോ വഴിയിൽ വെച്ച് ഈ പ്രതിസന്ധി ഉണ്ടാകും, വഴിയിൽ വെച്ച് കാറ്റ് പ്രതികൂലമാകും എന്നറിയത്തില്ലായിരുന്നോ? എന്നാൽ എന്താ ഇവരോട് നേരത്തെ അങ്ങ് പറയാഞ്ഞത്? ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളിപ്പോൾ യാത്ര തിരിക്കുന്നു, കുറച്ച് കഴിയുമ്പം കാറ്റ് പ്രതികൂലമാകും, കടൽ എരച്ചു വരും എന്നിട്ട് വാണിംഗ് കൊടുത്തില്ലല്ലോ. ഇല്ല. ദൈവത്തിന് അറിയാമെങ്കിലും എല്ലാം നമ്മളെ അറിയിക്കാറില്ല. ദൈവത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾക്ക് എല്ലാം വഴിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ അറിയാൻ താല്പര്യപ്പെട്ടാൽ വരുന്ന കുഴപ്പം ഞാൻ പറയാം. അബ്രഹാം പിതൃഭവനത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് യാത്ര തിരിക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം എന്നൊക്കെ പറയുന്നുള്ളൂ. ഈ യാത്രയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു തടസ്സത്തെക്കുറിച്ചും ദൈവം അബ്രഹാമിന് മുന്നറിയിപ്പ് കൊടുത്തില്ല. ലോകത്തിനെയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞില്ലല്ലോ ഇവനെ സൂക്ഷിച്ചോണം, വഴി വെച്ച് ഇവൻ പാര വെക്കും, ഇവനെല്ലാം അടിച്ചു മാറ്റും, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. യാത്ര തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ ക്ഷാമം ഉണ്ടാകും എന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി, ഇതൊന്നും അബ്രഹാമിനോട് പറഞ്ഞില്ലല്ലോ. യാത്ര തിരിക്കാനേ പറഞ്ഞുള്ളൂ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനേ പറഞ്ഞുള്ളൂ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ പറഞ്ഞുള്ളൂ, തടസ്സങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് തടസ്സം പറയാഞ്ഞ? തടസ്സം പറയാഞ്ഞതിൻ്റെ കാര്യം, തടസ്സങ്ങളോട് പറഞ്ഞതായിരുന്നെങ്കിൽ അബ്രഹാം യാത്ര തിരിക്കത്തില്ലായിരുന്നു, ഊരിക്കിടന്ന് ചാകത്തേ ഉള്ളായിരുന്നു. ദൈവത്തിന് അറിയാം, തടസ്സങ്ങൾ അറിയാം, പക്ഷെ എപ്പോഴും അത് നമ്മളെ മുന്നറിയിക്കാറില്ല. എന്നാൽ തടസ്സങ്ങൾ വരുമ്പോൾ ദൈവം പരിഹരിച്ചോളൂ. ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം, വിരോധികൾ എഴുന്നേൽക്കാം, അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം, രോഗങ്ങളുണ്ടായേക്കാം, ഞെരുക്കങ്ങളുണ്ടായേക്കാം, ഇതെല്ലാം ഉണ്ടാകാം. ഇതൊന്നും നമ്മൾ ദൈവഹിതം വിട്ടുപോയതുകൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവമാണ് അയച്ചതെങ്കിൽ ദൈവം അവിടെ കൊണ്ടെത്തിക്കും. അക്കരയ്ക്ക് പോകാൻ പടകിൽ കയറ്റിയ ദൈവം അവരെ അക്കരെ കൊണ്ടെത്തിച്ചതുപോലെ ഒരു ശുഭയാത്ര പ്രതീക്ഷിക്കാം. തടസ്സമുണ്ടെങ്കിലും ദൈവം അത് ശുഭയാത്രയാക്കി മാറ്റും. കാറ്റിനെയും കടലിനെയും തിരമാലകളെയും ശാന്തമാക്കി ശുഭതുറമുഖത്തെത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ ഞങ്ങൾ നിരാശപ്പെടും. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്റെ മുകളിലൂടെ നടന്നു വന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെർലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.